എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ 65 എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പൊ ഇത് നല്ലൊരു അടിപൊളി സ്റ്റാർട്ടർ തന്നെയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പം നമുക്ക് പൊട്ടറ്റോ 65 തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ളൊരു വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് ഒട്ടിപ്പിടിക്കാതെയൊക്കെ നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ചൊരു വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ എത്ര ഉരുളക്കിഴങ്ങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കണം, പക്ഷെ ഒരിക്കലും വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല, കറക്റ്റായിട്ട് വരില്ല കേട്ടോ. ഈ ഒരു പൊട്ടറ്റോ 65 ഞാൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി കാണിക്കണത്. ഇത് നല്ലപോലെ തന്നെ ഇപ്പോൾ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. ഒരു പീസ് ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റണം, അത്രേ തന്നെ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് മുറിച്ചെടുക്കണമെങ്കിലും ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഓവറായിട്ട് കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. ഇനി ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ കൂടുതൽ സമയം ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് കുക്കായിട്ട് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓവറായിട്ട് കുക്കായിട്ട് മാറില്ല, പെട്ടെന്ന് തന്നെ തണുത്ത് വരും. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ മാറ്റി കളയാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോറും ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചേർക്കണത്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്ററാക്കി നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള ബാറ്റർ ആക്കണ്ട, കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്റർ മതി. ചെറിയൊരു കോട്ടിങ് മാത്രം മതി ഉരുളക്കിഴങ്ങിന്. ഒരുപാട് തിക്കായിട്ടുള്ള കോട്ടിങ് ആക്കി മാറ്റിയാലും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഇനി വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ബാറ്ററും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ മാഷായിട്ട് പോകും, കാരണം കുക്ക്ഡ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങായ കാരണം. ഇനി ഇത് ഓരോന്നും തൊടാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ ഒക്കെ കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കണത്. ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആവണം, അത്ര തന്നെ മതി. അപ്പോൾ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമുക്കത് പെട്ടെന്ന് വിടിയിച്ചെടുക്കാൻ പറ്റും. ഫ്രൈ ആയിട്ട് വരുമ്പോൾ അത് വിട്ടു പോകുന്നുള്ളൂ. നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്ന കാരണം തന്നെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ട് ഈ ഒരു കളറിൽ തന്നെ മതി കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ. കോരി മാറ്റിയതിന് ശേഷം ഇതുപോലൊരു സ്നാക്കായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ മയോണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്തെടുക്കുക, ഈ സെയിം എണ്ണയിൽ ഇട്ടിട്ട് തന്നെ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. കണ്ടില്ലേ, നേരത്തെ ഫ്രൈ ചെയ്തെടുത്തതാണ്. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, പക്ഷേ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം നമുക്ക് കോരിയതിന് ശേഷം ഒരു കിച്ചൺ ഡിഷിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ ഇട്ട് കൊടുക്കാം.
ഇനി ആ സെയിം പാനിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ എടുത്തിട്ടുണ്ട്. ബാക്കി എണ്ണ ഞാൻ മാറ്റിക്കളയാണ് ചെയ്തത്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക, പച്ചമണം ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്കൊരു 3 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 വലിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് തന്നെ ഒരു എരിവ് കിട്ടും. പിന്നെ നമുക്ക് മുളക് പൊടിയൊക്കെ പിന്നീട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ സവാള മുറിച്ചതാണ് ചേർക്കണത്. അപ്പോൾ സവാള ചേർക്കുമ്പോൾ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ച് ചേർക്കാട്ടെ ഇതുപോലെ. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി തന്നെ മതിയാവും, കറക്റ്റാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നോട്ടെ. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് എൻ്റെ ക്യാമറ റെക്കോർഡ് മോഡിലായിരുന്നില്ല. ഇതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പേസ്റ്റും ആയിരുന്നു ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പേസ്റ്റ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാശ്മീരി മുളക് പൊടി ആയാലും മതി. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചില്ലി പേസ്റ്റ് ആക്കിയത്. അപ്പോൾ അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ കാശ്മീരി മുളക് എടുത്തിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പോളം അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം തൈര് ചേർക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം പോലെയുള്ള തൈര് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് തന്നെ ഇത് മാറും കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് എനിക്ക് ആവശ്യത്തിന് കളർ ഉണ്ടായില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സാധാരണ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ അങ്ങനെയാണെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി അവസാനം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ 65 നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ട് വരണം ഈ ഒരു രീതിയിൽ തന്നെ. കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ആവശ്യത്തിന് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോളും. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്തോ ചൈനീസ് രീതിയിൽ, അതായത് സോസുകളൊക്കെ ചേർത്തിട്ട് ഒരു ട്വിസ്റ്റോട് കൂടി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.